ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളെ സ്കൂളൊക്കെ തുറന്നല്ല. അപ്പോൾ അനൂസിൻ്റെയും മിന്നൂസിൻ്റെയും പ്രവേശനോത്സവം ഇന്നലെ ആയിരുന്നു കേട്ടോ. അതായത് 2-ാം തീയതി. പിന്നെ 3-ാം തീയതി ആയിരുന്നു നമ്മളെ റിസോർട്ടിൻ്റെ അംഗൻവാടി ഉത്സവം. അപ്പോൾ അതാ അംഗൻവാടിക്ക് പോകണമെന്ന് 3-ാം തീയതി നമ്മളെ ഹനൂസ് മോന് കേരളം വരക്കാൻ ടീച്ചർ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അവന് ഞാൻ വരച്ചു തരില്ല പറഞ്ഞപ്പോൾ അവന് വരച്ചപ്പോൾ അവനക്ക് ടൈം കിട്ടിയില്ല കേട്ടോ, മദ്രസ വിട്ടാന്നിട്ട്. അപ്പോൾ പാവല്ല, അപ്പോൾ ഞാൻ തന്നെ ജസ്റ്റ് വരച്ചു കൊടുത്തു കേട്ടോ. വരച്ചപ്പോഴൊന്നും ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നെ ഫോട്ടോ എടുത്തപ്പോഴാണ് ഞാൻ നോക്കിയത്, കേരളത്തിൻ്റെ വക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ അയക്കണം കേട്ടോ. പിന്നെ അത് സാരമില്ല വിചാരിച്ച് ഇനിയൊരു ദിവസം നല്ലതുപോലെ വരച്ചിട്ടുണ്ട് പറഞ്ഞിട്ടോ. കാരണം ഞാൻ ഇപ്പോൾ അടുത്തൊന്നും ഇന്ത്യൻ്റെ ഭൂപടം, കേരളത്തിൻ്റെ ഭൂപടം ഇതൊന്നും വരച്ചിട്ടില്ല. പിന്നെ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനെല്ലാം ശരിയാക്കല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് വരച്ചെടുത്തതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ വേറെ പല കാര്യങ്ങളും ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടി വരച്ചു കൊടുത്താണ് കേട്ടോ. ടീച്ചർ ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യാതെ പോകുമ്പോൾ പിന്നെ ഫസ്റ്റിലെ അങ്ങനെ ആകുമ്പോൾ ഒരു വിഷമമില്ല. അങ്ങനെ ഹനൂസ്മാനെ സ്കൂൾ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ദിവസമാണ് കേട്ടോ ഞാൻ റൂട്ടിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അപ്പോഴത്തെ നമ്മൾ മിന്നൂട്ടി മദ്രസ വിട്ടന്നു കേട്ടോ. അങ്ങനെ അവളും എൻ്റെ കൂടെ കൂടിയിട്ട് നമ്മൾ റിസോർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഹനൂസ്മോന് 8:45 ബസ് വരുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ പോന്നിട്ട് നമ്മളെ റിസോർട്ടിൻ്റെ ടീച്ചറാണ് കേട്ടോ, അംഗൻവാടി ടീച്ചറാണ് കേട്ടോ പോണത്. അപ്പോൾ ഇന്നവിടെ പ്രവേശനോത്സവമാണ്. അപ്പോൾ പായസമൊക്കെ വെക്കാണ്ട് അലങ്കരിക്കാണ്ട് പെട്ടെന്ന് വരിയെന്നൊക്കെ പറയണം കേട്ടോ എന്നോട്. പക്ഷേ നമുക്ക് ടൈം ഇട്ടണ്ടേ. ഞാൻ 10 മണിയാകുമ്പോൾ മിന്നൂട്ടിനെ പറഞ്ഞേക്കുകയാണെങ്കിൽ ആ ടൈമിൽ റിസോർട്ടിന് ഒരുക്കിയിട്ട് പോകാൻ വിചാരിച്ചതിന്. പക്ഷെ നടന്നില്ല കേട്ടോ. കാരണം 10 മണി 10:30ക്കാണ് ബസ് വന്നത്. പക്ഷേ ഞാൻ ഞാൻ ഗ്രൂപ്പ് നോക്കില്ല, മാഷോട് ശരിക്കും ചോദിച്ചറിഞ്ഞും ചെയ്തില്ല. കാരണം തിരക്ക് പിടിച്ചൊരു സമയമാകുമ്പോൾ ഞാൻ വാട്സപ്പ് നോക്കാറില്ല കേട്ടോ സത്യത്തിൽ. അത് നോക്കാതെ നമുക്ക് തന്നെയാണ് വിഷമം. അപ്പോൾ എന്താ പറയുക, ഹനൂസ് മോന് ബസ് മിന്നൂട്ടി ബസ്സല്ല, ഹനൂസ് മോൻ്റെ ബസ് വന്നിട്ടില്ല. ഫസ്റ്റത്തെ ദിവസം ആയതുകൊണ്ട് ചിലപ്പം കുറച്ച് വൈകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ താഴൊക്കെ കുട്ടികളുണ്ട് കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കാടമ്പുഴ ബസ് ഇത്ര നേരത്തെ വരുമെന്ന് ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ മക്കളെ സ്കൂളിൽ ചേർക്കണം മുന്നേ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ വീട്ടിലെ പ്രശ്നങ്ങളും വിഷമങ്ങളും മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ കാരണം അങ്ങനെയൊക്കെയാണ് കേട്ടോ 2 മാസം അങ്ങനെ മുന്നോട്ട് പോയത്. എങ്ങനെ എന്താണെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ സ്കൂളിൽ ചേർത്ത് തന്നെ ലാസ്റ്റൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ സ്കൂൾ ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മളൊരു ടൈമും കൂടെ നോക്കണമല്ലോ. അവർ സ്കൂൾ ബസ് വരുമ്പോഴത്തേനും നമുക്കത് ഒരുക്കി നേരാക്കണമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചേർക്കാറ്. അപ്പോൾ AKM കോട്ടൂർ സ്കൂൾക്കാണെങ്കിൽ 9:30-10 മണിക്കൊക്കെയാണ് ബസ് വരും കേട്ടോ. ഇനി ഒരു ബസ് പോയാൽ പിന്നെ ബാക്കിൽ വേറെ ബസ് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ തീരെ ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നെന്താ പറയുക, കാടാമ്പ് സ്കൂൾക്ക് അങ്ങനെ ചേർത്തപ്പോൾ ഒരു 9 മണിയാകുമ്പോഴത്തേനും ബസ് വന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെന്താ പറയുക, കുട്ടികൾ 9:30-10 മണിയാകുമ്പോൾ സ്കൂളിൽ എത്തിയാൽ അവിടെ ഇരുന്ന് കളിക്കും, ഓടിക്കളിക്കും. ഞങ്ങളവിടെ കളിക്കലാണ്, ഓടിക്കളിക്കും മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ് ക്ലാസ് കയറുമ്പോഴത്തേനും മക്കളാകെ വേർത്ത് ക്ഷീണിച്ച് ഒരു വിധമാവില്ല, ഡ്രസ്സൊക്കെ ചളിയാക്കിയിട്ട്. അങ്ങനെ ആ ബസ് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ എൻ്റെ അനൂസ്മ ആദ്യമായിട്ടാണ് സ്കൂൾ ബസ് കയറുകയാണ്. അങ്ങനെ അവൻ കയറി ബസ് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആനക്കുയ്യാല പോയി വന്നിട്ട് അങ്ങനെ മരവട്ടം ആ ഭാഗത്തിന് കുട്ടികളൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകും. എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ പറപ്പൂർ ഭാഗത്തുനിന്ന്. അപ്പോൾ അവരൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് പോവുക. തിരിച്ച് ഇതിൽ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് വരുമ്പോൾ കയറിയാൽ മതി കേട്ടോ. അപ്പോൾ അതിന് പറ്റൂല, ഒരു 2 മിനിറ്റിൻ്റെ വ്യത്യാസം വരികയാണെങ്കിൽ ഓക്കെ. കാരണം അങ്ങനെ പറപ്പൂർ പോയി തിരിച്ച് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കയറാം, ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന്. പക്ഷേ അല്ലെങ്കിൽ പറ്റൂല കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു ബസ് പോയാലും വേറെ ബസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് തീരെ കൊളർത്തിയില്ല കേട്ടോ ഞാൻ. പിന്നെ ഒരു ദിവസം ഞാൻ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ അവിടെ ചേർക്കണ്ടെന്നും പറഞ്ഞു. നമുക്ക് ഈ ഒരുക്കണം നമുക്കാണ്, ഉമ്മമാർക്കാണ് ഇതിൻ്റെയൊക്കെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അറിയാം. ഭയങ്കര ബുദ്ധിമുട്ട്. ഒരാൾക്ക് ബസ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ ഓടാനും വിളിക്കാനും ബസ് കയറ്റി കൊടുക്കാനും ഫോൺ ചെയ്യാനും അപ്പോഴത്തേനും മറ്റുള്ള മക്കളെ ഒരുക്കാൻ നമുക്ക് ടൈം കിട്ടൂല. ഒരുപാട് പ്രയാസമുണ്ട് കേട്ടോ. നമ്മൾ സ്കൂൾ ബസ്സാകുമ്പോൾ പിന്നെ കൃത്യ ഒരു ടൈം 9:30-10 മണി, 9:30-10 മണിക്കുണ്ട്. അപ്പോൾ അതിൽ കയറ്റി വിടുകയാണെങ്കിൽ നമുക്കൊരു സമാധാനമാണ്. അങ്ങനെ ഏതായാലും അതങ്ങനെ. പിന്നെ അത് നമ്മളെ മിന്നൂട്ടിനെ ഒരുക്കി നേരാക്കി പെട്ടെന്ന് ഒരു വെപ്രാളപ്പെട്ട ഒരുക്കലായിരുന്നു കേട്ടോ ആ ടൈമിലൊക്കെ. കാരണം ഇവൻ്റെ വണ്ടി നേരെ വൈകി വന്നപ്പോഴത്തേന് മിന്നൂട്ടിനെ ഒരുക്കാൻ വൈകി. അപ്പോഴത്തേന് റിസോർട്ടിനെ കുളിപ്പിച്ചൊരുക്കണം, ഫുഡ് കൊടുക്കണം, കാര്യങ്ങളൊക്കെ നേരാക്കണം കേട്ടോ.
അങ്ങനെ മിന്നുട്ടിനൊരിക്കൽ മിന്നുട്ടിയാണെങ്കിൽ ഹനുണ്ടെങ്കിൽ അങ്ങനെ പോയിരുന്നു. അനുസ്മോ ഇല്ലാത്ത വിഷമം പിന്നോട് അറിയുമ്പോൾ ചിന്ന ആക്കി തരുന്നതാണ്. അങ്ങനെ ഞാൻ വേഗം കുളിച്ച് റിസോർട്ടിനും കുളിച്ച് ഡ്രസ്സ് മാത്രം ചെയ്തിട്ട് ഞാനങ്ങനെ വേറെ ഒന്നും ഒരുക്കാൻ നിന്നില്ല കേട്ടോ. റിസോർട്ടിക്ക് കൺവെൻഷൊക്കെ ഇട്ട് കൊടുക്കണം വിചാരിച്ചു. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഞാൻ ബസ് സ്റ്റോപ്പിക്ക് കയറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ 10 മണിക്ക് വന്നിട്ട് 10:30 അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട്. അത് കാരണം നമുക്ക് ഇതൊട്ട മിനിറ്റ് ബസ്സാണ് ഈ വരുന്നത്. അപ്പോൾ നമ്മൾ റിസോർട്ടിനെ നല്ലതുപോലെ പ്രൊഫഷണൽസിന് കൊണ്ടുപോകാനോ അതിൽ പങ്കെടുപ്പിക്കാനൊന്നും പറ്റിയില്ല. ഭയങ്കര വിഷമട്ടാ. അങ്ങനെ നമ്മൾ റിസോർട്ടിനെ മിന്നുട്ടി സ്കൂൾ ബസ് കയറിയിട്ടുണ്ട്. കൂടെ ഒരു കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ വന്ന് റിസോർട്ടിക്ക് പൗഡറും കൺമിഷൊക്കെ ഒന്ന് എഴുതി കൊടുത്ത് പിന്നെന്താ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് പെട്ടെന്ന് ഞാൻ അവനേറ്റ് അംഗൻവാടിക്ക് പോയിട്ട് പിന്നെ നമ്മൾ വണ്ടിക്കല്ലല്ലോ നടന്നിട്ട് എത്തണ്ടേ. അപ്പോൾ ആ ഒരു പ്രയാസം വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ റിസോർട്ടിലേറ്റും പോവാണ് കേട്ടോ. റിസോർട്ട് ചെയ്ത് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. എന്ന് ഞാൻ എടുത്തിട്ടാണ് പോക്ക് എന്തോ എനിക്കറിയില്ല. കുറച്ചൊക്കെ അങ്ങനെ നടന്ന് പോയിട്ട് പിന്നെ ഞാൻ എടുക്കണം, അംഗൻവാടി വരെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഊരവേദനിച്ചിട്ടും കൈയും കാലും കുഴഞ്ഞിട്ടും കുറേ അവനെ ദേഷ്യപ്പെടും, അവനോട് ചൂടാവും, ദേഷ്യപ്പെടും, സങ്കടപ്പെടും, കരച്ചിലൊക്കെ വരും കേട്ടോ. ചെയ്യില്ലാതെ വഴിയില്ലല്ലോ. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വയ്യാത്ത ഇരുന്നിട്ടും നിന്നിട്ടും കാര്യമില്ല. നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടാൻ നോക്കുകയല്ലേ ചെയ്യുക. അപ്പം ഏതായാലും എൻ്റെ കുട്ടിക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. എന്തോ അറിയില്ല, ആ ഒരു സമാധാനം എനിക്കുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ വേഗം ഓടിക്കോ പറഞ്ഞ് പോവുകയാണ്. കാരണം ടൈം 10:30 ആയിക്കണം കേട്ടോ. 10 മണിയാകുമ്പോഴത്തേക്കും ടീച്ചർ എത്തണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാ രക്ഷിതാക്കളും മക്കളും വന്ന് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും മക്കൾക്ക് തൊപ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. എൻ്റെ കുട്ടിക്ക് വന്നു ആ സമയത്ത് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ വേറൊരു കുട്ടീൻ്റെ തൊപ്പിയൊക്കെ വാങ്ങിയിട്ട് ജസ്റ്റ് ഫോട്ടോ ഒക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തപ്പോൾ അങ്ങനെ ഒപ്പിച്ച് കൊടുത്തിട്ട്. അല്ലെങ്കിൽ അവനക്കും വിഷമമാണ്. അവന് എന്നോട് ചോദിച്ചു അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ അമ്മച്ചിക്ക് തൊപ്പി. അപ്പോൾ ടീച്ചർ തൊപ്പി കഴിഞ്ഞിക്കണമെന്ന് പറഞ്ഞിട്ടോ. പിന്നെ അങ്ങനെ ഓടിപ്പോകണം. അപ്പോൾ അവൻ ആ റോട്ടിൽ ഓരോ തുള്ളി വെള്ളമൊക്കെ കണ്ടിട്ട് കുയ്യിൽ മീനുണ്ട്, ഞാൻ മീനൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ അവിടെയൊക്കെ ഇരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ എത്ര വൈകിയാലും മക്കളൊരു മനസ്സിൽ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നതും അതിന് നിന്നൊടുക്കാൻ ടൈം ഉണ്ടെങ്കിൽ നിന്നൊടുക്കും. അപ്പോൾ ഞാനങ്ങനെ നിന്നൊടുത്ത് കുറച്ച് നേരം അതിലൊക്കെ നോക്കി നിന്ന് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശമൊക്കെ പറച്ചിലൊക്കെ കഴിഞ്ഞിക്കണം, ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആയിട്ടോ. കാരണം എന്താ പറയുക അങ്ങനെയൊക്കെ ഏതായാലും അങ്ങനെ ലാസ്റ്റ് ഈ മാഷ് പറഞ്ഞ ടീച്ചേഴ്സും മറ്റുള്ള മെമ്പറൊന്നും പറഞ്ഞ് നമുക്ക് കേൾക്കാനും കാര്യങ്ങളും പറ്റിയില്ല. പിന്നെ അതുമല്ല മക്കളെ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു കേട്ടോ. ഗ്രൂപ്പിൽ ഞാൻ പിന്നെ കണ്ടപ്പോൾ എൻ്റെ കുട്ടി അതിലില്ല കേട്ടോ. അപ്പോൾ ആ ടൈമായപ്പോൾ നമുക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടല്ലോ. അപ്പോൾ ടീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് 10 മണിക്ക് ബസ് കുട്ടീനെ കയറ്റി വിട്ടാൽ ഞാൻ അപ്പം വരാം. പക്ഷെ അതൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നമ്മളൊരാൾ ഒരുക്കി നേരാക്കിയതാവുമ്പോൾ ഭയങ്കര വിഷമമാണ് ഇതൊക്കെ. അപ്പോൾ പിന്നെ മിന്നുട്ടിനോട് ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ അവൾക്കൊരു ഭയങ്കര വിഷമാരില്ല എന്നിട്ട്. അങ്ങനെ ഏതായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെറുതായിട്ടൊക്കെ വീഡിയോസ് എടുത്താണ് കേട്ടോ. പിന്നെ നമ്മൾ ഫോണിൽ എപ്പോഴും സ്റ്റോറേജ് ഇല്ലായും 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ നെറ്റ് ഇല്ലായും ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ നെറ്റുള്ള ടൈമിൽ നമ്മൾ എഡിറ്റിങ്ങിന് മറ്റേ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അവിടെ വരും കേട്ടോ. പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു തടസ്സം അവിടെ വരും. അപ്പോൾ ആ ഒരു കാരണത്തിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. പിന്നെ ആലോചിക്കുമ്പോൾ പിന്നെ അല്ല അപ്പം തന്നെ ഉണ്ടാവും, എന്താ ചെയ്യുക, അങ്ങനെ അവിടെ പോവും. അല്ല കാരണം നമുക്കറിയാം എനിക്ക് ഇന്ന് ഈ ഇത് എഡിറ്റ് ചെയ്താൽ നാളെ എൻ്റെ മക്കൾ മറ്റുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. അല്ല കുട്ടികളങ്ങനെ പറയുക, അമ്മ വരണട്ടാ വീഡിയോ എടുക്കണട്ടാ. കാരണം മക്കൾക്ക് ആ ചെയ്യുന്ന സമയത്ത് അതിലേർപ്പെടും. പിന്നെ അവർക്കത് കാണാനുള്ളൊരു ഉല്ലസിക്കാനുള്ള ടൈം കിട്ടണില്ല. പിന്നെയാണ് അവർ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ വീണ്ടും ആസ്വദിച്ച് ചിരിച്ചിട്ട് അതൊക്കെ ആസ്വദിക്കാറ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കാര്യമായിട്ട് അതിനാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തേനൊക്കെ ഞാൻ മുന്നിട്ട് ഇറങ്ങുന്നത്. എത്ര വയ്യെങ്കിലും നമ്മൾ ആ ഒരു കാര്യത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മളത് അങ്ങനെ തീരും. പക്ഷെ വീണ്ടും ആ പങ്കെടുത്ത ആ ഒരു വിഷയം കാണുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ടീച്ചേഴ്സൊക്കെ എല്ലാവരും ചോദിച്ചു എന്തേ ലാസ്റ്റായി, എല്ലാതും കഴിഞ്ഞില്ലേ, ലാസ്റ്റ് എത്തി അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു സങ്കടം കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ വിചാരിച്ചു മിന്നുട്ടിൻ്റെ സ്കൂളൊക്കെ പറഞ്ഞേക്കണ്ടീനില്ലാന്നൊക്കെ കേട്ടോ. അങ്ങനെ മിന്നുട്ടിട്ട് പോന്നാൽ മതിയായിരുന്നു വിചാരിച്ച്. ഫസ്റ്റത്തെ ദിവസം തന്നെ ക്ലാസ് ഇതൊക്കെ മാറ്റി നിർത്തുമ്പോൾ അപ്പോൾ കുട്ടിയുടെ ക്ലാസ്സും സ്ഥലവും കാര്യങ്ങളൊക്കെ പിറ്റേന്ന് ചെല്ലുമ്പോൾ സ്ഥലത്തിൻ്റെ കാര്യം ബെഞ്ചിലിരിക്കുന്ന കാര്യമൊക്കെ ബുദ്ധിമുട്ടാവില്ല വെച്ചിട്ട് ഞാൻ പറഞ്ഞു വിട്ടതിന്. അങ്ങനെ എല്ലാവർക്കും ബൊക്കയും ഗിഫ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വെച്ചപ്പോൾ നമ്മളെ റിസോർട്ടിക്ക് ബൊക്കൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ടീച്ചർ